ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയ ചാപ്റ്ററാണ് സുവോളജിയിലെ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ അനിമൽസ്. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് വരുന്ന ഒരു കാര്യങ്ങൾ നമുക്ക് വളരെ സ്പീഡിൽ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫ്രോഗ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ഈ ചാപ്റ്ററിലുള്ളത്. ഓക്കെ, ഫ്രോഗിൻ്റെ സയൻറ്റിഫിക് നെയിം ആണോ റാണ ടൈഗ്രിന, നമുക്കറിയുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അടുത്തത് ഫ്രോഗ് ഹാവ് ദ എബിലിറ്റി ടു ചേഞ്ച് കളർ ചേഞ്ച് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണോ ക്യാമോഫ്ലാഷ്. എന്താ വിളിക്കുക? ക്യാമോഫ്ലാഷ്. ആ പ്രൊട്ടക്റ്റീവ് കളറേഷനെ വിളിക്കുന്ന പേരാണോ മിമിക്രി. എന്താ വിളിക്കുക? മിമിക്രി. പിന്നെ നോക്കൂ, സമ്മർ സ്ലീപ്പിന് പോകും. ഓക്കെ, ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഫ്രോഗ് സമ്മർ സ്ലീപ്പിന് പോകും. അതിനെ വിളിക്കുന്ന പേരാണോ എസ്റ്റിവേഷൻ. വിൻ്റർ സ്ലീപ്പിന് പോകും. അതിനെ വിളിക്കുന്ന പേരാണോ ഹൈബർനേഷൻ. എന്താ വിളിക്കുക? ഹൈബർനേഷൻ. പിന്നെ നോക്കൂ, ഫ്രോഗിൻ്റെ മോർഫോളജി. ഫ്രോഗിൻ്റെ ഐസിനെ കവർ ചെയ്തിട്ട് ഒരു മെംബ്രെയിൻ ഉണ്ട്. അതിൻ്റെ പേരാണോ നിക്റ്റിറ്റേറ്റിംഗ് മെംബ്രെയിൻ. പറയും മക്കളെ, എന്താ വിളിക്കുക? നിക്റ്റിറ്റേറ്റിംഗ് മെംബ്രെയിൻ ടു പ്രൊട്ടക്റ്റ് ദം വൈൽ ഇൻ വാട്ടർ. വെള്ളത്തിലായിരിക്കുന്ന സമയത്ത് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. പിന്നെ നോക്കൂ, മെയിലും ഫീമെയിൽ ഫ്രോഗ്സ് ക്യാൻ ബി ഡിസ്റ്റിങ്വിഷ്ഡ് ബൈ ദെയർ മോർഫോളജിക്കൽ ഫീച്ചേഴ്സ്. ആ പ്രോപ്പർട്ടി നമ്മൾ വിളിക്കുന്ന പേരാണോ സെക്ഷൽ ഡൈമോർഫിസം. ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. മെയിലും ഫീമെയിൽ ഫ്രോഗ് തമ്മിലുള്ള വ്യത്യാസം എന്താ ചോദിക്കും. 2 മാർക്കിനാണ് ഈ ചാപ്റ്ററിന് പൊതുവെ ക്വസ്റ്റ്യൻ ചോദിക്കുക. മെയിൽ ഫ്രോഗുകൾക്ക് എന്താ പ്രത്യേകത ഉള്ളത്? ഓർക്ക് 2 പ്രത്യേകതയാണ്. ഒന്ന്, ഓർക്ക് മാത്രമാണ് സൗണ്ട് പ്രൊഡ്യൂസിങ് വോക്കൽ സാക്സ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ എന്താ, കോപ്പുലേറ്ററി പാഡ് ഓൺ ഫസ്റ്റ് ഡിജിറ്റ് ഓഫ് ഫോർലിം. ഈ 2 പോയിന്റുകൾ നിങ്ങൾ പഠിച്ചു വെക്കുക. മെയിൽ ഫ്രോഗിന് മാത്രമുള്ള ഫീച്ചേഴ്സാണ്. ഓക്കെ, അടുത്ത നമ്മൾ പറയുകയാണ് ഇവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ഡൈജസ്റ്റീവ് ഗ്ലാൻഡുകൾ ഏതൊക്കെയാണ്? പാങ്ക്രിയാസ്, ലിവർ, ഗാൾ ബ്ലാഡർ ആണെന്ത് ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സ്. പിന്നെ നോക്കുക, ഇവരുടെ പാർഷ്യലി ഡൈജസ്റ്റഡ് ഫുഡിനെ വിളിക്കുന്ന പേരാണോ ഖൈം. 1 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. പാർഷ്യലി ഡൈജസ്റ്റഡ് ഫുഡിനെ വിളിക്കുന്ന പേരാണ് ഖൈം. പിന്നെ നോക്കൂ, ഫസ്റ്റ് പാർട്ട് ഓഫ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണ് ഏത്? ഡുവോഡിനം. ഓക്കെ, ഫസ്റ്റ് പാർട്ട് ഓഫ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്താ വിളിക്കുക? ഡുവോഡിനം എന്ന് വിളിക്കും. റെസ്പിറേറ്ററി സിസ്റ്റം, വാട്ടറിൽ റെസ്പിറേഷൻ നടത്തുക സ്കിന്ന് വെച്ചിട്ടാണ്. ലാൻഡിൽ റെസ്പിറേഷൻ നടത്തുക ലങ്സ്, സ്കിന്ന്, ബക്കൽ ക്യാവിറ്റി വെച്ചിട്ടാണ്. ഓക്കെ അല്ലേ? അടുത്ത നോക്കൂ, സർക്കുലേറ്ററി സിസ്റ്റത്തിൽ നിങ്ങൾ പഠിച്ചു വെക്കണം. ചോദിക്കാൻ സാധ്യതയുള്ള 2 1 മാർക്കിന് സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന്, ഒരു ട്രയാങ്കുലാർ ഷേപ്പ്ഡ് സ്ട്രക്ചർ ദാറ്റ് ജോയിൻസ് ദ റൈറ്റ് ഏട്രിയം. അതിനെ വിളിക്കുന്ന പേരാണോ സൈനസ് വീനോസസ്. പറയാം, എന്താ വിളിക്കുക? സൈനസ് വീനോസസ്. അതേപോലെ തന്നെ വെൻട്രിക്കിൾസ് ഓപ്പൺസ് ഇൻ ടു എ സാക്ക് ലൈക്ക് സ്ട്രക്ചർ. അതിനെ വിളിക്കുന്ന പേരാണോ കോണസ് ആർട്ടീരിയോസസ്. എന്താ വിളിക്കുക? കോണസ് ആർട്ടീരിയോസസ്. ഓക്കെ, അടുത്ത നോക്കൂ, 2 ടൈപ്പ് പോർട്ടൽ സിസ്റ്റംസ് ഉണ്ട്. ഒന്ന്, ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം. എന്താ അതിൻ്റെ ഫംഗ്ഷൻ? ഇറ്റ് ഈസ് എ സ്പെഷ്യൽ വീനസ് കണക്ഷൻ ബിറ്റ്വീൻ ലിവർ ആൻഡ് ഇൻറ്റസ്റ്റൈൻ. ലിവറും ഇൻറ്റസ്റ്റൈനും തമ്മിലുള്ള ഒരു സ്പെഷ്യൽ വീനസ് കണക്ഷൻ. വീനസ് എന്ന് പറഞ്ഞാൽ വെയിൻസ് വെച്ചിട്ടുള്ളത്. അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം. അടുത്തത് റീനൽ പോർട്ടൽ സിസ്റ്റമാണ്. ഇറ്റ് ഈസ് എ സ്പെഷ്യൽ വീനസ് കണക്ഷൻ ബിറ്റ്വീൻ കിഡ്നി ആൻഡ് ലോവർ ബോഡി പാർട്സ്. കിഡ്നിയും ലോവർ ബോഡി പാർട്സും തമ്മിലുള്ള സ്പെഷ്യൽ വീനസ് കണക്ഷൻ ആണെന്ത്? റീനൽ പോർട്ടൽ സിസ്റ്റം. ഓക്കെ, അടുത്തതോ എക്സ്ക്രീറ്ററി സിസ്റ്റം. ഇവർ യൂറിക്കോട്ടലിക്കാണ്. യൂറിക് ആസിഡാണ് എക്സ്ക്രീറ്റ് ചെയ്യുക. അതേപോലെ ഇവർക്ക് നെഫ്രോൺസ് ഉണ്ട്. നെഫ്രോൺസിനെ വിളിക്കണ വേറെ പേരാണ് യൂറിനിഫറസ് ട്യൂബ്യൂൾസ് എന്നാണ് വിളിക്കുക. അതേപോലെ ഇവരുടെ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൽ മെയിൽസിൽ യുറേറ്റേഴ്സ് ആക്ട് ആസ് യൂറിനോജനൈറ്റൽ ഡക്റ്റ്. ഇവരുടെ യുറേറ്റേഴ്സിലൂടെ യൂറിനും പോവും സ്പേമും പോവും. അതുകൊണ്ട് തന്നെ യൂറിനോജനൈറ്റൽ ഡക്റ്റ് എന്ന് വിളിക്കും. എന്നാൽ ഫീമെയിൽസിന് അങ്ങനെയല്ല. ഫീമെയിൽസിൽ യുറേറ്റേഴ്സ് ആൻഡ് ഒവിഡക്റ്റ് ആർ സെപ്പറേറ്റ്. ഫീമെയിൽസിൻ്റെ യുറേറ്റേഴ്സിലൂടെ യൂറിൻ മാത്രമേ പോകുള്ളൂ. അതുകൊണ്ട് തന്നെ യുറേറ്റേഴ്സും ഒവിഡക്റ്റും എന്താണ്? സെപ്പറേറ്റ് ആണ്. ഓക്കെ അല്ലേ? അടുത്ത നോക്കൂ, നെർവസ് സിസ്റ്റത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ ചോദിക്കും. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, നെർവസ് സിസ്റ്റത്തിന് 3 പാർട്സ് ഉണ്ട്. സെൻട്രൽ നെർവസ് സിസ്റ്റം, പെരിഫറൽ നെർവസ് സിസ്റ്റം, ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം. CNS, PNS, ANS. CNSന് 2 പാർട്സ്, ബ്രെയിനും സ്പൈനൽ കോഡും. PNSന് 2 പാർട്സ്, ക്രാനിയൽ നെർവ്സും സ്പൈനൽ നെർവ്സും. ക്രാനിയൽ നെർവ്സ് 10 പേയേഴ്സ് ഉണ്ട്. ANSന് 2 പാർട്സ്, സിമ്പതറ്റിക് നെർവസ് സിസ്റ്റവും പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം. അടുത്തത് ബ്രെയിനിൻ്റെ ക്ലാസിഫിക്കേഷൻ ആണ്. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. ബ്രെയിനിന് 3 പാർട്സ്, ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹൈൻഡ് ബ്രെയിൻ. ഫോർ ബ്രെയിനിന് 3 പാർട്സ് ഉണ്ട്. ഓൾഫാക്ടറി ലോബ്സ് ഉണ്ട്, പെയർഡ് സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സ് ഉണ്ട്, അൺപെയർഡ് ഡയൻസിഫലോൺ ഉണ്ട്. ഓക്കെ, മിഡ് ബ്രെയിൻ ഒരൊറ്റ ഭാഗമുള്ളൂ, ഒപ്റ്റിക് ലോബ്സ്. ഹൈൻഡ് ബ്രെയിന് 2 ഭാഗങ്ങളുണ്ട്, സെറിബെല്ലം ഉണ്ട്, മെഡുല്ല ഉണ്ട്. ഈ മെഡുല്ല ഓപ്പൺ ഇൻ ടു സ്പൈനൽ കോഡ് ത്രൂ. മെഡുല്ല സ്പൈനൽ കോഡിലേക്ക് ഓപ്പൺ ചെയ്യുന്ന ഭാഗത്തിന് വിളിക്കുന്ന പേരാണോ ഫൊറാമൻ മാഗ്നം. എന്താ വിളിക്കുക? ഫൊറാമൻ മാഗ്നം. 1 മാർക്കിന് പഠിച്ചു വെക്കണം. പിന്നെ ഇവരുടെ ലാർവനെ, ഫ്രോഗിൻ്റെ ലാർവനെ വിളിക്കുന്ന പേരാണെന്ത്? ടാഡ്പോൾ. ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഫ്രോഗിൻ്റെ എക്കോളജിക്കൽ ഇമ്പോർട്ടൻസ്. എന്തൊക്കെ ഇമ്പോർട്ടൻസ്? ദേ ഈറ്റ് ഇൻസെക്ട്സ് ആൻഡ് പ്രൊട്ടക്ട് ക്രോപ്പ്. ഇൻസെക്ട്സിനെ കഴിച്ചിട്ട് ക്രോപ്പിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. പിന്നെ ദേ മെയിൻറ്റെയിൻ എക്കോളജിക്കൽ ബാലൻസ്. എക്കോളജിക്കൽ ബാലൻസ് നിലനിർത്തുന്നു ബിക്കോസ് ദേ ആർ എൻ ഇമ്പോർട്ടൻറ്റ് ലിങ്ക് ഇൻ ഫുഡ് ചെയിൻ ആൻഡ് ഫുഡ് വെബ്. ഫുഡ് ചെയിനിലും ഫുഡ് വെബിലുള്ള മെയിൻ ലിങ്കാണ് ആര്? ഫ്രോഗുകൾ. അടുത്തത്, മസ്കുലാർ ലെഗ്സ് ഓഫ് ഫ്രോഗ്സ് ആർ ഈറ്റൺ ബൈ മെൻ. ഓക്കെ, മനുഷ്യന്മാർ എന്ത് ചെയ്യുന്നു? ഫ്രോഗിൻ്റെ ലെഗുകൾ അഥവാ ലെഗുകൾ ഫുഡായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കുറച്ച് കാര്യങ്ങൾ മാത്രമേ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ അനിമൽസ് അഥവാ ഫ്രോഗ് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് പഠിക്കാനുള്ളൂ. 2 മാർക്കിനാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ അതിനനുസരിച്ചുള്ള ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് എന്ത് ചെയ്യുക? ഈ ചാപ്റ്റർ പഠിക്കുക. ഓക്കെ അല്ലേ?